നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാ നിർവഹണ സമിതി യോഗം നടന്നു. ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. ബായാറിലെ ആസിഫിന്റെ ദുരൂഹ മരണം. മാതാവ് സക്കീന മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി അധ്യാപക ശില്പശാലയ്ക്ക് തുടക്കമായി. എഴുത്തുകാരൻ പ്രകാശൻ കരിവെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര വാർഷികോത്സവം നടന്നു. വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. പട്ള ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഭക്തി നിർഭരമായി. തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഉത്തരമേഖല അമച്ചൂർ നാടക മത്സരത്തിന് തുടക്കമായി. ഡോക്ടർ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാ നിർവഹണ സമിതി യോഗം കാസർഗോഡ് നടന്നു. ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാ നിർവഹണ സമിതി യോഗം കാസർഗോഡ് DPC ഹാളിൽ ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. ഹരിത വായനാശാലകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഡോക്ടർ TN സീമ പറഞ്ഞു. 2017 ആഗസ്റ്റ് 15 മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ക്യാമ്പയിൻ ഒരുപക്ഷെ കേരളമെന്നല്ല മറ്റൊരു സംസ്ഥാനത്തും നടക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ജനകീയ ക്യാമ്പയിൻ ഉള്ള ഒരു ശുചിത്വ ക്യാമ്പയിൻ, ഒരു ജനകീയ വിദ്യാഭ്യാസ പരിപാടിക്കുള്ള ഒരു തുടക്കം കുറിക്കലായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് നടന്ന ഇടപെടലുകളിലൂടെയാണ് ഇന്ന് 37,000-ഓളം വരുന്ന ഹരിതകർമ്മസേന പ്രവർത്തന രംഗത്തുള്ളത്. മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന് നമ്മൾ പറയുന്ന മാലിന്യ സംസ്കരണത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള വേർതിരിക്കൽ, സെഗ്രിഗേഷൻ, അതിന്റെ തുടർച്ചയായിട്ട് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണം നടത്തിയ വേസ്റ്റ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതില് RRFകളുണ്ട്, അതുപോലെ തന്നെ MCFകൾ പോലെയുള്ള ഭൗതിക സാഹചര്യം വരുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. E. ചന്ദ്രശേഖരൻ MLA, കാസർഗോഡ് നഗരസഭ ചെയർമാൻ അബ്ബാസ് ബീഗം, കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ KV സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉള്ളാൾ കോട്ടേക്കാറിലുണ്ടായ ബാങ്ക് കവർച്ച. 9 പേരടങ്ങിയ കൊള്ളസംഘം എത്തിയത് 3 കാറുകളിൽ. കവർച്ച സംഘത്തെ കണ്ടെത്താൻ കാസർഗോട്ടും അന്വേഷണം. കേരള കർണാടക അതിർത്തിയിലെ ഉള്ളാൾ KC റോഡ് കോട്ടേക്കാറിലെ സഹകരണ ബാങ്കിൽ നിന്നും പട്ടാപ്പകൽ 12 കോടി രൂപ വിലമതിക്കുന്ന സ്വർണവും പണവും കൊള്ളയടിച്ച കേസിന്റെ അന്വേഷണം കാസർഗോട്ടും. കവർച്ചാ മുതലുകൾ കയറ്റിയ ഫിയറ്റ് കാർ കാസർഗോഡ് ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിച്ചത്. സംഘം കാസർഗോട്ടേക്ക് എത്തിയിരിക്കാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് സംഘം കൊള്ള നടന്ന ശനിയാഴ്ച തന്നെ കാസർഗോഡ് വരെ എത്തിയിരുന്നു. എന്നാൽ കാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാർ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വച്ചിരിക്കാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതേസമയം കൊള്ളയടി സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഫോർച്യൂണർ, ഫിയറ്റ് ഉൾപ്പെടെ 3 കാറുകളിലാണ് കൊള്ളസംഘം എത്തിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാന കാര്യം. 3 കാറുകളിലായി 9 പേരാണ് എത്തിയതെന്നും ഇവരിൽ 5 പേരാണ് ബാങ്കിൽ കയറി തോക്കു ചൂണ്ടി കൊള്ളയടിച്ചതെന്നും പോലീസ് സംശയിക്കുന്നു. മിനിറ്റുകൾക്കകം കൊള്ള പൂർത്തിയാക്കി സംഘം മടങ്ങിയതും പോലീസ് ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. സമാന രീതിയിൽ നേരത്തെ കൊള്ള നടത്തിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നുവോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബായാറിലെ ആസിഫിന്റെ ദുരൂഹ മരണം. മാതാവ് CPM നേതാക്കളോടൊപ്പം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നിവേദനം നൽകി. പൈവളികെ ബായാർ ഗാളിയിടുക്കയിലെ ആസിഫിന്റെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ആസിഫിന്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് CPM നേതാക്കൾ മുഖേനയും ജില്ലാ പോലീസ് മേധാവി D. ശില്പയെ CPM നേതാക്കളോടൊപ്പം നേരിട്ട് കണ്ടും നിവേദനം നൽകി. മരണവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തി മരണത്തിലെ ദുരൂഹത നീക്കുമെന്നും ആസിഫിന്റെ ഉമ്മ സക്കീനയ്ക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി അധ്യാപക ശില്പശാലയ്ക്ക് ചെറുവത്തൂരിൽ തുടക്കമായി. എഴുത്തുകാരൻ പ്രകാശൻ കരിവെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ സർഗാത്മക രചനയിലേക്ക് നയിക്കാൻ സമഗ്ര ശിക്ഷ കേരളം ആവിഷ്കരിച്ച ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി അധ്യാപക ശില്പശാലയ്ക്ക് ചെറുവത്തൂർ BRCയിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ വായനക്കൂട്ടം, എഴുത്തുകൂട്ടം എന്നിവ രൂപീകരിച്ച് പുസ്തക ചർച്ച, ആസ്വാദനക്കുറിപ്പെഴുത്ത്, രചനാ ശില്പശാല, എഴുത്തുകാരുമായി സംവാദം, വായനാ പ്രതിഭാ പുരസ്കാരം, കുട്ടി വായനക്കാർക്ക് അംഗത്വ വിതരണം, സാഹിത്യയാത്ര തുടങ്ങിയ പരിപാടികൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സഹകരണത്തോടെ നടക്കും.
ചെറുവത്തൂർ BRC ഹാളിൽ നടന്ന ശില്പശാല അധ്യാപകനും എഴുത്തുകാരനുമായ പ്രകാശൻ കരിവെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു കവിത വായിക്കാൻ വേണ്ടി ഈ സാക്ഷരതാ പ്രവർത്തനം നടത്തിയ ഒരു സന്ദർഭമായിരുന്നു. നമ്മൾ പിൽക്കാലത്ത് 1980-കളിൽ ഒരു സാക്ഷരതാ പ്രവർത്തനം നടത്തിയത് നിങ്ങൾക്ക് ബസ്സിൻ്റെ ബോർഡ് വായിക്കണ്ടേ, നിങ്ങൾ ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ സാക്ഷരതയിലേക്ക് ആവശ്യം അല്ലേ. എന്നാൽ അന്ന് നിങ്ങൾക്ക് രമണൻ വായിക്കണ്ടേ എന്ന് പറഞ്ഞ് ഒരു സാക്ഷരതാ പ്രവർത്തനം നടത്തിയാണ് കേരളം. നമ്മുടെ നാട്ടിലെ വീടിക്കാരും കൂലിക്കാരും തൊഴിലാളികളൊക്കെ ആ ക്ലാസ് പോയി നിന്ന് പഠിച്ചു. എന്നിട്ട് രമണൻ വായിക്കണമായിരുന്നു. പ്രിയ കവിയുടെ വരികൾ വായിച്ച് ഓരിത്തരിക്കണോ അതിനുവേണ്ടി. ഡോക്ടർ KV സജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M സുനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി. ജിതേഷ് കമ്പല്ലൂർ, അഖിൽ വയലാങ്കുഴി, സൂര്യ KV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര വാർഷികോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ദേലപ്പാടി ഗണേശതന്ത്രിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര വാർഷികോത്സവം ദേലമ്പാടി ഗണേശതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് തായമ്പക, ദീപാരാധന, പൂജ, ശ്രീബലി ഉത്സവം എന്നിവ നടന്നു. തുടർന്ന് വിശേഷാൽ കരിമരുന്ന് പ്രദർശനവും നടന്നു. തുടർന്ന് ശ്രീഭൂതബലി നടന്നു. നിരവധി ഭക്തരാണ് ഉത്സവത്തിൽ അനുഗ്രഹം തേടിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പട്ള ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഭക്തിനിർഭരമായി. പുല്ലൂർണൻ, പുല്ലൂരാളി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പട്ള ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പുല്ലൂർണൻ, പുല്ലൂരാളി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. 5 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളും നടന്നു. കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച ഭണ്ഡാരവീട് തറവാടിൽ കുഞ്ചത്തായ ചാമുണ്ടി, ഗുളിക ദൈവങ്ങളുടെ കോലം അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സംഗീത നാടക അക്കാദമി നടക്കാവ് നെരൂദ തിയേറ്റേഴ്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഉത്തരമേഖല അമച്വർ നാടക മത്സരത്തിന് നടക്കാവ് നെരൂദ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. വൈലോപ്പള്ളി സാംസ്കാരിക ഭവൻ വൈസ് ചെയർമാൻ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കല എന്നാൽ പൊരുതാനുള്ള ആയുധവും മുറിവുണക്കാനുള്ള മരുന്നുമായാണ് അറിയപ്പെടുന്നതെന്ന് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് അഭിപ്രായപ്പെട്ടു. 6 ദിവസങ്ങളിലായി നടക്കുന്ന കേരള സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലയ്ക്ക് നിർവചിക്കാൻ കഴിയുന്നതിന്റെ പേരാണ് മാനവികതയുടെ ശാസ്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതം നാടകീയമായി പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ജൈവഭാവത്തെ, ജീവിതത്തെ തിരിച്ചു പിടിക്കുക എന്ന സാംസ്കാരിക പ്രക്രിയയാണ് ഈ കറുത്ത കാലത്തിൽ മലയാള നാടകവേദി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു നിരീക്ഷണം കൂടിയാണ്. അപ്പം ഞാനീ പറഞ്ഞു വന്നത് നാടകം എങ്ങനെയാണ് ഒരു നാടിൻ്റെ നിർവചനത്തിന് കാരണമായതെന്ന്. അത് ഇവിടെ ഈ തൃക്കരിപ്പൂരിലും നീലേശ്വരത്തും ഒക്കെ വന്നു നിന്ന് അത് പറയുന്നതിനകത്ത് തന്നെ സത്യത്തിൽ തിരുവനന്തപുരത്തുകാരൻ വന്നു നിന്ന് പറയുമ്പോൾ ഒരു അല്പത്തരമുണ്ട്. കാരണം
നാടകത്തിലൂടെ അഭിനയിക്കുകയോ സംവിധാനം ചെയ്യുകയോ നാടകം എഴുതുകയോ മാത്രമല്ല, നാടകത്തിൽ ജീവിക്കുക മാത്രമല്ല, നാടകത്തിൻ്റെ ബാക്കി പത്രത്തിൻ്റെ വിലാപ കാവ്യം പോലെ മരിച്ചുപോയ അത്യുത്തര കേരളത്തിൻ്റെ ഏറ്റവും വലിയ അക്ഷരാൾരൂപങ്ങളിലൊന്നായ വിദ്വാൻ പി കേളുനായരുടെ ഓർമ്മകൾ പേറുന്നതിന് ഒരു കയ്യകലത്തിൻ്റെ ദൂരം പോലും ഇല്ലാത്തിടത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ പരിഭാഷപ്പെടുത്തിയ ഭരതാർണവം പുസ്തകത്തിന്റെയും നാടക സ്മരണികയുടെയും പ്രകാശനവും GS പ്രദീപ് ചടങ്ങിൽ നിർവഹിച്ചു. അക്കാദമി അംഗം EP രാജഗോപാലൻ ഏറ്റുവാങ്ങി. പ്രമുഖ നാടക പ്രവർത്തകൻ ഗോപിനാഥ് കോഴിക്കോട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VP മുഹമ്മദ് അസ്ലം, PP പ്രസന്നകുമാരി, M മനു, CJ സജിത്, C ചന്ദ്രമതി, M സുമേഷ്, KV രാധ, PP കുഞ്ഞികൃഷ്ണൻ, EP രാജഗോപാലൻ, രാജ്മോഹൻ നീലേശ്വരം, സംഘാടക സമിതി ചെയർമാൻ ഉദുനൂർ ബാലഗോപാലൻ, ജനറൽ കൺവീനർ C മുരളി, അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാലക്കാട് നവരംഗ് അവതരിപ്പിക്കുന്ന ഇദം ന മമ എന്ന നാടകം അരങ്ങേറി. നാടക മത്സരത്തിൽ തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലെ 6 നാടക സംഘങ്ങൾ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത്. ഉറുമിസ്ത്രിക്ക് റിപ്പോർട്ട്, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നായർ സർവീസ് സൊസൈറ്റി NSS തെക്കേ തൃക്കരിപ്പൂർ കരയോഗത്തിന് ഇളമ്പച്ചിയിൽ നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ നടക്കും. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഹൊസ്തുർഗ് യൂണിയന് കീഴിൽ 4.5 പതിറ്റാണ്ട് മുൻപ് 3622 നമ്പറായി രജിസ്റ്റർ ചെയ്ത തെക്കേ തൃക്കരിപ്പൂർ കരയോഗത്തിന് ഇളമ്പച്ചിയിലുള്ള 5.5 സെന്റ് സ്ഥലത്താണ് സ്വന്തമായി മന്ദിരം നിർമ്മിച്ചത്. ഓഫീസും കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയുള്ള മന്ദിരം 4 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. തെക്കേ തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ പുതുതായി നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി 19 രാവിലെ 9:30 നടക്കും. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്യും. കരയോഗം പ്രസിഡന്റ് PC മുരളീധരൻ നമ്പ്യാർ അധ്യക്ഷത വഹിക്കും. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കോടോത്ത് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചകഴിഞ്ഞ് കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് കരയോഗം ഭാരവാഹികളായ PC മുരളീധരൻ നമ്പ്യാർ, PK സത്യനാഥൻ, P ബാലകൃഷ്ണൻ നായർ, M ഗോപിനാഥൻ, PC രാജൻ നമ്പ്യാർ എന്നിവർ അറിയിച്ചു. 5.5 സെന്റ് സ്ഥലം സ്വന്തമായി വാങ്ങുകയും വളരെ പെട്ടെന്ന് ഒരു 3 മാസത്തിനകം എന്ന് പറയുന്ന രീതിയിൽ സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞതിലും കരയോഗം മെമ്പർമാരൊക്കെ ആഹ്ലാദ തിമർപ്പിലാണ്. ഈ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുമ്പോൾ തെക്കേ തൃക്കരിപ്പൂർ കരയോഗത്തിലെ എല്ലാ അംഗങ്ങളുടെയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു പൊതുവേദി ഉണ്ടാവുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ പുതിയ സംരംഭം അവർക്ക് തുടങ്ങണമെങ്കിൽ അതിനുള്ള സഹായങ്ങൾ പിന്തുണയൊക്കെ കൊടുക്കാൻ NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിന് കഴിയും. ഈ ഒരു അടിസ്ഥാനത്തിലാണ് സ്വന്തമായി ഒരു കരയോഗ മന്ദിരം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജനുവരി 19 ഞായറാഴ്ച രാവിലെ കരയോഗത്തിൻ്റെ ഈ ആസ്ഥാന മന്ദിരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ കരിച്ചേരി പ്രഭാകരൻ നായർ അവர்களാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. RJ പ്രൊഡക്ഷൻസിന്റെ പുതിയ തുളു ചിത്രത്തിന്റെ മുഹൂർത്ത പൂജ നടന്നു. ഐല ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലായിരുന്നു പൂജ നടന്നത്. RJ പ്രൊഡക്ഷൻ നിർമ്മിച്ച് റോഷൻ R ആൽവ സംവിധാനം ചെയ്ത പുതിയ തുളു ചിത്രം പ്രൊഡക്ഷൻ നമ്പർ 1 മുഹൂർത്ത ചടങ്ങ് ഐല ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ നടന്നു. തുടർന്ന് സ്ക്രിപ്റ്റ് പൂജയും നടത്തി. RJ പ്രൊഡക്ഷന്റെ രമേശ് ആൽവ തിമ്പരയും ജയശ്രീ R ആൽവ തിമ്പരയും സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പ്രശസ്ത കലാകാരൻ ദീപക് റായ് പണാജെ, പ്രകാശ് തുമിനാട്, പുഷ്പരാജ് ബോലേർ തുടങ്ങി നിരവധി തുളു കന്നഡ സിനിമാ താരങ്ങൾ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. ചിത്രത്തിന്റെ പേര് ഉടൻ വെളിപ്പെടുത്തുമെന്നും സംവിധായകൻ റോഷൻ R ആൽവ അറിയിച്ചു. ഇനി RJ പ്രൊഡക്ഷൻ ആയിട്ട് ನಮ್ಮ ಸುರುತ್ತ ತುಳು ಚಿತ್ರದ ಮುಹೂರ್ತ ಸಮಾರಂಭ ഉണ്ട്. ಅಂದ್ರೆ ಐಲ ದುರ್ಗಾ ಪರಮೇಶ್ವರಿ ದೇವಸ್ಥಾನ ನಮ್ಮ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ഉണ്ട്. ಸೊ ನಿರ್ದುಂಬು ಕೆಲವು ಪ್ರಾಜೆಕ್ಟ್ ಹಿಂಗೆ ಮಂತದ ಐಕೆ ನಿಕ್ಲ ಸಪೋರ್ಟ್ ಆಪಲ್ ಇರ್ತದೆ. ಅಂಚನೆ ಈ ಒಂದು ಚಿತ್ರಗಳ ನಿಕ್ಲ ಮಲ್ಲೆಡ್ ಸಪೋರ್ಟ್ ಬೋಡು ಅಂಚನೆ ಈ ಚಿತ್ರದ ಇನಿ ಟೈಟಲ್ ಎಂಕ್ಲು ಬಿಡ್ತೇಜ ಐನಾತ್ ಬೇಗೊಟ್ಟಿನ ಎತ್ತಂಜಿ ಟೈಟಲ್ ರಿಲೀಸ್ ಮನ್ಪು ಎಂಕ್ಲು ಅಂಚನೆ ಮುಹೂರ್ತ ಬೇಗದ ಇದೆಯಾ ಪಂಡ ನಂಗೆ ಒಂದು ಕೆಲವೊಂದು ಸೀನ್ಸ್ ಬೇಗ ಆವಡಿತ್ತು ನಂಚೆ ಅದು ಎಂಕ್ಲು ರಡ್ಡು ಶೆಡ್ಯೂಲ್ ಇದಂಗಿಲ್ಲ ಅಂತ ಕೊಂಚ ಪ್ರಮೋ ಶೂಟ್ ಎಲ್ಲ ಉಂಡು. ಸೊ ಆಯ್ನದು ಬೇಗ ನೇನು ಒಂಜೊಂಜಿ ಅದು ಎಂಕ್ಲು ಬಿಡೋದಿಲ್ಲ ಒಂಜಿ ಸ್ಟೆಪ್ ಬೈ ಸ್ಟೆಪ್ ಅದು ಈ ಒಂದು ಚಿತ್ರಡ್
ದೀಪಕ್ ರೈಪಾಣೇಜಿ ಅವರು, ಪ್ರಕಾಶ್ ತುಮಿಯಾಡ್ ಅವರು, ಉತ್ಸವ ಮಂಜೂರು, ಪುಷ್ಪರಾಜ್ ಬೊಲ್ಲಾರ್ ಇಂಚಿನ ಸುಮಾರು ಕಲಾವಿದರು ಆ್ಯಂಡ್ ನಟ ಸೊ ನಿಖಲ ಮಾತ್ರ ಈ ಚಿತ್ರ ನಿಖಲ ಮಾತ್ರ ಸಪೋರ್ಟ್ ಬೋರ್ಡು. വ്യവസായി സഞ്ജീവ ഷെട്ടി തിമ്പരെ മുംബൈ, ഐലാശ്രീ ദുർഗ പരമേശ്വരി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി മുക്തേശ്വർ നാരായണൻ ഹെഗ്ഡെ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വ്യവസായി സീതാരാമ ഷെട്ടി തിമ്പര, നീരജ് ഷെട്ടി, മംഗൽപാടി പഞ്ചായത്ത് മുൻ അംഗം വത്സരാജ്, PNR പ്രൊഡക്ഷനിലെ രാഘവേന്ദ്ര ഹൊല്ല തിമ്പര, ഛായാഗ്രാഹകൻ അരുൺ റായ് പുത്തൂർ, നായകൻ നവീൻ, നായിക അമൃത, ഹർഷരാജ് നാവൂർ, മറ്റ് കലാകാരന്മാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചീമേനി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവവും ഓഡിറ്റോറിയം സമർപ്പണവും ജനുവരി 19 മുതൽ 23 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 20 വൈകുന്നേരം 4 മണിക്ക് ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകുന്നേരം 5 മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങിലെത്തും. രാത്രി 7 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ചീമേനി പോലീസ് ഇൻസ്പെക്ടർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നൃത്തസന്ധ്യ അരങ്ങേറും. ജനുവരി 21 വൈകുന്നേരം 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടവും തിരുമുൽക്കാഴ്ചയും നടക്കും. രാത്രി 9 കണ്ണൂർ ന്യൂ വോയ്സിന്റെ ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ്. പുതുതായി നിർമ്മിച്ച ശീതീകരിച്ച മുത്തപ്പൻ ഓഡിറ്റോറിയം ജനുവരി 22 ഉച്ചയ്ക്ക് 12:30 ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നാടിന് സമർപ്പിക്കും. വൈകുന്നേരം 3 മണിക്ക് മലയിറക്കവും 5 മണിക്ക് ഊട്ടും വെള്ളാട്ടവും രാത്രി 8 കാങ്കോൽ കലയുടെ ഉറുമാലു പൊട്ടിയ ചൈത്രമാസം നാടകവും അരങ്ങേറും. ജനുവരി 23 പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം നടക്കും. എല്ലാ ദിവസവും അന്നദാനവുമുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 7 മണിക്ക് സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ശ്രീ അനിൽകുമാർ, SHO ചീമേനി പോലീസ് സ്റ്റേഷൻ. വൈകുന്നേരം 7:30 പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ. 2025 ജനുവരി 21 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം. വൈകുന്നേരം 6 മണിക്ക് ശ്രീ മുത്തപ്പൻ മടപ്പുര കാഴ്ച കമ്മിറ്റിയുടെ തിരുമുൽക്കാഴ്ച. നെടുമ്പ ശ്രീ സൂരാക്കോയ് ഭഗവതി ഹാവിൽ നിന്നും പുറപ്പെടുന്നു. തുടർന്ന് രാത്രി 9 മണിക്ക് ന്യൂ വോയ്സ് കണ്ണൂർ അവതരിപ്പിക്കുന്ന ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ്. VP ദാമോദരൻ, TP തമ്പാൻ, V ബാലകൃഷ്ണൻ, PV സുധാകരൻ, TP ധനേഷ്, TP നവനീതൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി. 3 ദിവസങ്ങളിലായി നടന്ന കായികമേള സാമൂഹ്യ പ്രവർത്തക സുബൈദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂൾ കായികമേളയ്ക്ക് വിപുലമായ ആഘോഷങ്ങളോടെ സമാപനമായി. 3 ദിവസങ്ങളിലായി സ്കൂൾ മൈതാനത്ത് KG വിദ്യാർത്ഥികൾക്കും 3 മുതൽ 8 ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി വിവിധ കായിക മത്സരങ്ങൾ നടന്നു. സാമൂഹിക പ്രവർത്തകയും മുതിർന്ന അധ്യാപികയുമായ സുബൈദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മുഹമ്മദ് അലി സലഫി, സഹീർ സുസ്ലി, ഇസ്തിയാഖ്, അബ്ദുൽ ഖുദ്ദൂസ്, മൂസ KH, റിയാസ്, മോനു TS തലപ്പാടി തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KG വിഭാഗത്തിൽ റൂബി ടീം ചാമ്പ്യൻഷിപ്പ് ട്രോഫി നേടിയപ്പോൾ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ടോപ്പസും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സഫേറും ചാമ്പ്യൻ ട്രോഫി നേടി. ദാറുൽ അറബിക് കോളേജ് പ്രിൻസിപ്പൽ നൂർജഹാൻ സ്വലായ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമല, സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ കോർഡിനേറ്റർമാരും അധ്യാപകരും കായികമേളയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാവണീശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പ്രമുഖ സിനി ആർട്ടിസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. രാവണീശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പ്രമുഖ സിനി ആർട്ടിസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒന്ന് സംശയിക്കുന്നു, RSSനും BJPക്കും ഈശ്വരവിശ്വാസം ഇല്ലേ? ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന അവരുടെ മുദ്രാവാക്യത്തിന് പുറകിൽ ഈശ്വരവിശ്വാസം ഇല്ലേ? നിങ്ങൾ കുറച്ചുകൂടി കടന്ന് ചിന്തിച്ചു നോക്കൂ. ഈശ്വരനും വിശ്വാസങ്ങളും ഒരു സമൂഹത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ തള്ളി പറയരുത് എന്ന് പറഞ്ഞത് ആരാ? കാൾ മാർക്സ് ആണ്. ഈശ്വരനും വിശ്വാസങ്ങളും വേണ്ട എന്നല്ല പറഞ്ഞത്. ഈശ്വരനും വിശ്വാസങ്ങളും ഒരു സമൂഹത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തള്ളി പറയരുത് എന്നാണ് കാൾ മാർക്സ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ RSSഉം
RSSന്റെ പേരിൽ നാട് ഭരിക്കുന്ന BJPയും ഉൾപ്പെടെയുള്ള വർഗീയ ഫാസിസ്റ്റ് സംഘപരിവാർ ശക്തികൾ ഈശ്വരന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ നാടിനെ ക്രമപ്പെടുത്തുന്നുണ്ടോ അക്രമപ്പെടുത്തുന്നുണ്ടോ? അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം K. രാജേന്ദ്രൻ, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PK പ്രജീഷ്, പാണത്തോട് AKG ക്ലബ് സെക്രട്ടറി അജേഷ് P. എന്നിവർ സംസാരിച്ചു. ജ്യോതിഷ് TP സ്വാഗതവും അശോകൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് തിരുവനന്തപുരം സംഘകേളിയുടെ ലക്ഷ്മണരേഖ നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ജില്ലാ സമ്മേളനം നടന്നത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. NA നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതായത് ഞാൻ അവനെ കൊല്ലും, പക്ഷെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ്. അപ്പോൾ സ്വന്തം മകനിൽ നിന്ന് പോലും നമുക്ക് നീതി കിട്ടാത്ത ഒരു കാലമാണ് ഇത് എന്ന് ഞാൻ സൂചിപ്പിക്കുക. പിന്നെ സർക്കാരിൽ നമുക്ക് നീതി ലഭിക്കുക. ഞാൻ ഈ ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും പെരുന്നാളിനും ഒക്കെ നമ്മുടെ പരവനടക്കത്തെ ഓൾഡ് ഏജിൽ പോകാറുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെയാണ് ഓണസദ്യ ഉണ്ടത് അവരോടൊപ്പം. അപ്പോൾ അവിടെയുള്ള ഓരോ ആളുകളുടെയും ദുരിതം, സാധാരണ വീട്ടിൽ ആരും നോക്കാനില്ലാത്തപ്പോഴാണ് ഈ പ്രായമുള്ള ആളുകളെ ഓൾഡ് ഏജിൽ എത്തിക്കുന്നത്. ഇത് മക്കളുള്ള അമ്മമാർ, എല്ലാ സൗകര്യങ്ങളും വീട്ടിലുള്ള അമ്മമാർ പോലും അവിടെ എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റ് T. അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി P. കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സുശീല ലാസർ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, M. ഗോപാലകൃഷ്ണക്കുറുപ്പ്, കുഞ്ഞാമത് പാലക്കി, ഉമേഷ് കാമത്ത്, യൂസഫ് ഹാജി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ബിൽടെക് അബ്ദുള്ള, KK ജാഫർ, K. ലത, ബൽരാജ് M, KK ബാബു, PA അബൂബക്കർ ഹാജി, K. സുകുമാരൻ മാസ്റ്റർ, M. ഗംഗാധരൻ, മേരിക്കുട്ടി മാത്യു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ചന്ദ്രശേഖരൻ സ്വാഗതവും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി M. പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ്, NSS യൂണിറ്റ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സബ് ഡിവിഷണൽ RTO ഓഫീസ് കാഞ്ഞങ്ങാട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ വാരാചരണം നടത്തി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജയൻ M ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ്, NSS യൂണിറ്റ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്, സബ് ഡിവിഷണൽ RTO ഓഫീസ് കാഞ്ഞങ്ങാട് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് റോഡ് സുരക്ഷാ വാരാചരണം നടത്തിയത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജയൻ M ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യൂത്ത് ഓഫീസർ അഖിൽ P അധ്യക്ഷത വഹിച്ചു. നെഹ്റു കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ സുമലത, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷാജി എന്നിവർ സംസാരിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. തുടർന്ന് പൊതുജനങ്ങളുമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ജനപങ്കാളിത്തം കൊണ്ട പരിപാടി ശ്രദ്ധേയമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാ നിർവഹണ സമിതി യോഗം നടന്നു. ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. ബായാറിലെ ആസിഫിന്റെ ദുരൂഹ മരണം, മാതാവ് സക്കീന മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി അധ്യാപക ശില്പശാലയ്ക്ക് തുടക്കമായി. എഴുത്തുകാരൻ പ്രകാശൻ കരിവെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര വാർഷികോത്സവം നടന്നു. വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. പട്ള ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഭക്തി നിർഭരമായി. തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഉത്തരമേഖല അമച്ചൂർ നാടക മത്സരത്തിന് തുടക്കമായി. ഡോക്ടർ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.